ഹലോ എവരി വൺ, വെൽക്കം ടു കാറക്സ്. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് മഹീന്ദ്ര XUV 700 ആണ്. അതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേരിയന്റ് ആണ്. അതായത് ബ്ലാക്ക് എഡിഷൻ, അതായത് ഫുള്ളി ബ്ലാക്ക് ആയിട്ട് വന്ന ഒരു വേരിയന്റ് ആയിരുന്നു. അതായത് ഇപ്പൊ AX7 ലക്ഷറി വേരിയന്റ് ആണ് നമ്മൾ കൊണ്ടുവന്നത്. അതായത് ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, യെസ്. അപ്പൊ നമ്മുടെ XUV 700 നമുക്ക് ഡിസൈനിന്റെ കാര്യങ്ങളിലൊക്കെ അപ്പൊ കൂടുതലായിട്ട് നമുക്ക് നോക്കാം. ആദ്യമേ തന്നെ ഈ ഒരു ഫ്രണ്ട് ലുക്ക് എന്ന് പറയുന്നത് XUV 700 ഈ ഒരു ഫ്രണ്ട് ലുക്ക് എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത ഒരു ലുക്കാണ്. പക്ക ഒരു മാസ്കുലിൻ ലുക്ക്. ആ ഒരു SUVക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ ഒരു ഗാംഭീര്യതയും തരുന്ന ഒരു ലുക്ക് തന്നെയാണ് വെക്കുന്നത്. ഒരു റോഡ് പ്രസൻസ് എന്നൊക്കെ പറയുന്ന ഒരു രക്ഷയില്ല. പിന്നെ ഈ ബ്ലാക്ക് എഡിഷൻ വന്നപ്പോഴത്തേക്കിനുള്ള ഒരു മെയിൻ ഒരു ഗുണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫുൾ ബ്ലാക്ക് വന്നപ്പോഴത്തേക്കിനും ഭയങ്കര ഒരു എന്താ പറയുന്നത് ഒരു ഭയങ്കര സ്പോർട്ടി ഫീലും കൂടെ നമുക്ക് വെഹിക്കിളിന് കിട്ടുന്നുണ്ട്. പിന്നെ എസ്പെഷ്യലി എനിക്ക് ബ്ലാക്ക് ഭയങ്കര ഇഷ്ടമായത് കൊണ്ടും എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ നമുക്ക് നേരെ ആദ്യമേ പറയാനുള്ളതാണ് ഈ ഒരു ഗ്രില്ല് തന്നെയാണ്. നമുക്ക് XUVയുടെ ഈ ഒരു ഗ്രില്ല് ആ ഒരു ഭയങ്കര ഒരു പ്രോമിസിംഗ് ആയിട്ട് ആ ഒരു ഗ്രില്ലാണ് നമുക്ക് ഈ ഒരു ഫ്രണ്ട് എൻഡിൽ നമുക്ക് ആദ്യം തന്നെ അട്രാക്റ്റീവ് ആയിട്ട് നിൽക്കുന്നത്. മുമ്പത്തെ ഒരു XUVയിൽ വന്നിരുന്ന പറഞ്ഞാൽ ഈ ഗ്രില്ലിന്റെ ഈ ഭാഗം തന്നെ ഒരു ക്രോം ഫിനിഷ് ഉണ്ടായിരുന്നു. അതെല്ലാം ഇപ്പൊ ഫുള്ളി ബ്ലാക്ക് ഔട്ട് ആയി. ഇപ്പൊ നമുക്ക് ഈ ഒരു ട്വിൻ പീക്സ് ലോഗോ മാത്രമാണ് ആ ഒരു സിൽവർ ഫിനിഷിൽ വരുന്നത് നമുക്ക്, അല്ലെ ആ ഒരു ക്രോം ഫിനിഷിൽ വരുന്നത്. പിന്നെ സൈഡിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു നമ്മുടെ ഒരു LED ഹെഡ്ലാമ്പ് യൂണിറ്റ് ആണ് പിന്നെ നമുക്ക് കാണാവുന്ന ഒരു നല്ല വലുപ്പത്തിലാണ് ഒരു C ടൈപ്പ് ഡിസൈൻ ആണ് അത് മൊത്തത്തിൽ കൊടുത്തേക്കുന്നത്. ഇത് വന്നിട്ട് സീക്വൻഷ്യൽ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. DRLs ആണ് നമുക്ക് ഈ ഒരു രീതിയിൽ കാണുന്നത്. പിന്നെ അവിടെ വന്നിട്ട് നമുക്ക് LED ഹെഡ്ലാമ്പ്സ് ആണ് വരുന്നത്. പിന്നെ താഴോട്ട് വരുമ്പോഴത്തേക്കിനും നമുക്ക് ഇവിടെ ഒരു ഫോഗ് ലാംപ്സ് വരുന്നുണ്ട്. അതും LED ഫോഗ് ലാമ്പ് തന്നെയാണ് വന്നേക്കുന്നത്. പിന്നെ ഇവിടോട്ട് വരുമ്പോഴത്തേക്കിനും നമുക്ക് എയർ ഡാം നല്ലൊരു ഓപ്പണിംഗ് ആ ഒരു രീതിയിലാണ് കൊടുത്തേക്കുന്നത്. ഇത് ADAS ഫീച്ചേഴ്സ് വരുന്ന ഒരു വെഹിക്കിളാണ്. അതിന്റെ ഒരു സെൻസർ യൂണിറ്റ് ആണ് ഈ കാണുന്നത്. പിന്നെ 360 ക്യാമറയുടെ നമുക്ക് ആ ഒരു ക്യാമറ യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ക്യാമറ ഇവിടെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് രജിസ്ട്രേഷൻ പ്ലേറ്റ് വന്നേക്കുന്നത്. ഒരു ഫ്രണ്ട് ഒരു ലുക്ക് എന്ന് പറയുന്നത് നമുക്ക് ഇത്രയാണ് ഡീറ്റെയിൽ ആയിട്ട് പറയാം. പിന്നെ ഈ ഒരു ബോണറ്റിലൊക്കെ നല്ല ഒരു പവർ ലൈൻസ് ഒക്കെ കൊടുത്ത് ആ ഒരു നല്ല നീറ്റ്ലി തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കാര്യം അത്യാവശ്യം നല്ല റേസ് ചെയ്ത് നിൽക്കുന്ന ഒരു ബോണറ്റ് ലൈൻ തന്നെയാണ് കൊടുത്തേക്കുന്നത് വെഹിക്കിളിന്. അപ്പൊ അത്രയാണ് നമുക്ക് ഫ്രണ്ട് ഡിസൈനിൽ ഒറ്റ ഓട്ടത്തിൽ പറയാവുന്ന കാര്യങ്ങൾ. നമുക്ക് ഇനിയിപ്പോ നമുക്ക് നേരെ സൈഡ് ഡിസൈനിലേക്ക് പോകാം. ഓക്കെ, നമ്മുടെ സൈഡ് ഡിസൈനിലേക്ക് വരുമ്പോഴത്തേന് ആദ്യമേ വണ്ടിയുടെ ഓവറോൾ ലെങ്ത് നമുക്ക് പറയാം. 4695 വണ്ടിയുടെ ഓവറോൾ ലെങ്ത് വരുന്നത്. വീൽ ബേസ് വന്നിട്ട് നമുക്ക് 2750 മില്ലിമീറ്റർ ആണ് വീൽ ബേസ് വരുന്നത്. ആ ഒരു വീൽ ബേസ് വരുന്നത് തന്നെ നമുക്ക് ഇന്റീരിയറിൽ അത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഇന്റീരിയർ നമുക്ക് കണ്ടെത്താൻ പറ്റും. പിന്നെ വന്നിട്ട് മെയിൻ ഒരു സൈഡിൽ വന്നിട്ട് ഒരു മെയിൻ ഒരു അട്രാക്ഷൻ പറഞ്ഞാൽ ഈ അലോയ്സ് നമുക്ക് ബ്ലാക്ക് ഔട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ഫുൾ ബ്ലാക്ക് ആണ് അലോയ്സും വരുന്നത്. അത് വന്നിട്ട് നമുക്ക് ടയർ സൈസ് വരുന്നത് 235/16 R18 ആണ് ടയർ സൈസ് വരുന്നത്. പിന്നെ നമ്മുടെ ഈ 4 ടയേഴ്സും നമുക്ക് ഡിസ്ക് ബ്രേക്സ് വരുന്നുണ്ട് വെഹിക്കിളിന്. 4 വീലിലും ഡിസ്ക് ബ്രേക്സ് ആണ് വെഹിക്കിളിന് വരുന്നത്. പിന്നെ സൈഡ് ഡിസൈനിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു ക്ലാഡിങ് അത് ആ ഒരു ബോഡി കളർ അല്ലാത്ത രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഒരു SUV ആകുമ്പോൾ സ്വാഭാവികമായിട്ട് ആ ഒരു രീതിയിൽ വേണം നമുക്കത് കൊടുക്കാൻ. അപ്പൊ അത് ആ രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് നല്ല ഭംഗിയുണ്ട് കാണാൻ. കാരണം ആ ഒരു ബോഡി കളർ കൊടുക്കാതെ വെച്ചേക്കുന്നുണ്ട്. ഒരു സെപ്പറേഷൻ വന്നിട്ടുണ്ട് നമുക്കതിന്. ആ ക്ലാഡിങ് സ്വാഭാവികമായിട്ട് ആ രീതിയിൽ തന്നെ കൊടുക്കുന്നതാണ് അതിന്റെ ഒരു ഭംഗിയും. പിന്നെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും 360 ക്യാമറ വരുന്നുണ്ട്. അതിന്റെ ആ ഒരു ക്യാമറയുടെ ഒരു യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക്. പിന്നെ സൈഡ് മിററിൽ നമുക്ക് കണ്ട ഒരു സൈഡ് ഇൻഡിക്കേറ്റേഴ്സിന്റെ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് നല്ല ഭംഗിയുണ്ട് കാണാൻ. ആ ഒരു അകത്തൊരു സിൽവർ ഒരു ഫിനിഷിനകത്താണ് ആ ഒരു ഇൻഡിക്കേറ്റർ കൊടുത്തേക്കുന്നത്, ഇന്റഗ്രേറ്റ് ചെയ്ത് കൊടുത്തേക്കുന്നത്. പിന്നെ വേറൊരു വലിയൊരു പ്രത്യേകത പറഞ്ഞാൽ ഫസ്റ്റ് ഇൻ സെഗ്മെന്റിലായിട്ട് നമുക്കിപ്പോ ഈ ഒരു പുതിയ ഫീച്ചേഴ്സും കൂടെ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. അതായത് മെമ്മറി സെറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് അതായത് ഈ നമ്മുടെ ഈ ഒരു മിറർ വരുന്നത്. മിററിൽ നമ്മുടെ അഡ്ജസ്റ്റ്മെന്റ്, ഇത് ഇലക്ട്രോണിക് മിറർ ആയതുകൊണ്ട് നമ്മുടെ ആ ഒരു അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് മെമ്മറി സെറ്റ് ചെയ്യാൻ പറ്റും. ഓൾറെഡി സീറ്റ് മെമ്മറി ഫംഗ്ഷൻ വരുന്നുണ്ട്. അതുമായിട്ട് ലിങ്ക് ചെയ്ത് നമുക്ക് ഇത് കൊടുക്കാൻ പറ്റും. അതായത് മെമ്മറി അവിടെ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു മിററും എല്ലാം നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇത് മെമ്മറി സെറ്റ് ആക്കി കൊടുക്കാൻ പറ്റും. അത് നല്ലൊരു ഗുഡി ഫീച്ചർ ആയിട്ട് എനിക്ക് തോന്നി. കാരണം ഈ ഒരു സെഗ്മെന്റിൽ ആ ഒരു ഫീച്ചർ വന്നതും അടിപൊളിയായിട്ടുണ്ട്. പിന്നെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കിനും ഫുൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫുൾ ബ്ലാക്ക് ഔട്ട് ചെയ്താണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത പറയുന്നത് ഈ ഒരു നമ്മുടെ ഈ ഒരു ഗ്രാബ് ഹാൻഡിലാണ് അല്ലെങ്കിൽ ഡോർ ഹാൻഡിൽ എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ് കൊടുക്കുന്നത്. ഇത് ലോക്ക് ആകുമ്പോൾ ഇത് അകത്തോട്ട് ഇതങ്ങ് ഫുൾ
കയറിപ്പോയത്. ഇപ്പൊ നമുക്ക് അൺലോക്ക് ആയിട്ട് കിടക്കുന്നതുകൊണ്ടാണ് ഈ രീതി വരുന്നത്. വണ്ടി ഓടി തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ലോക്ക് ഇതാവുന്ന സമയത്ത് നമുക്ക് ഇത് അകത്തോട്ട് അങ്ങ് ബോഡിയിൽ ഇങ്ങനെ ഒരു ഡോർ ഹാൻഡിൽ ഉണ്ടെന്ന് പോലും ഫീൽ ചെയ്യാത്ത രീതിയിലുള്ള ഒരു ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത്. അതൊക്കെ നല്ല ഒരു പ്രീമിയം ഫീൽ വരുന്ന ഒരു കാര്യങ്ങളാണ്. പിന്നെ ABC പില്ലേഴ്സ് എല്ലാം ഫുൾ ബ്ലാക്ക് ഔട്ട് ചെയ്ത് കൊടുത്തേക്കുവാണ്. പിന്നെ ഇവിടെ നമുക്കൊരു റൂഫ് റെയിൽ വരുന്നുണ്ട്. അതൊരു ഷോപ്പീസ് ആണ്. അതിനകത്ത് നമുക്ക് അങ്ങനെ വെയിറ്റ് ഒന്നും ക്യാരി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതല്ല. പിന്നെ പനോരമിക് സൺറൂഫ് വരുന്ന ഒരു വെഹിക്കിളും കൂടെ ആണല്ലോ. പിന്നെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കിനും നമുക്ക് സെക്കൻഡ് റോയുടെ ആ ഒരു ഗ്രീൻ ഹൗസ് ഒക്കെ നല്ല വലിപ്പത്തിലാണ് കൊടുത്തേക്കുന്നത്. അതും നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ഞാൻ ആ ഫ്രണ്ടിൽ പറഞ്ഞ ആ ക്ലാഡിങ് ഈ റണ്ണിങ് ബോർഡ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ ബാക്കിലേക്ക് പോകുന്നുണ്ട്, എൻഡ് ചെയ്യുന്നുണ്ട്. അത് ആ ഒരു റണ്ണിങ് ബോർഡിൽ ഇങ്ങനെ ബാക്കിലേക്ക് വന്ന ആ വീലാർച്ച് കവർ ചെയ്ത് ബാക്കിലേക്ക് അങ്ങ് എൻഡ് ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ബാക്കിലും വേണ്ട ഞാൻ പറഞ്ഞ ആ ഡിസ്ക് ബ്രേക്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ നമുക്ക് വേണ്ട ഈ ഒരു തേർഡ് റോ സീറ്റിംഗ് ഉള്ള വെഹിക്കിൾ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ ബാക്കിൽ ഒരു അത്യാവശ്യം നല്ല ഒരു വിസിബിലിറ്റി കിട്ടുന്ന രീതിയിലുള്ള ഒരു ക്വാർട്ടർ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നമുക്ക് അകത്തിരിക്കുന്നവർക്ക് നല്ല ഒരു വിസിബിലിറ്റി കിട്ടുന്ന ഒരു ഗ്രീൻ ഹൗസ് ഏരിയ ആയിട്ടാണ് ഇത് കൊടുത്തേക്കുന്നത്. ഇനിയിപ്പോ നമുക്ക് നേരെ റിയർ ഡിസൈനിലേക്ക് പോകാം. റിയർ ഡിസൈനും നമുക്ക് XUV-യുടെ പറയാനുള്ളത് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. കാരണം സാധാരണഗതിയിൽ ആ ഒരു റിയർ ഡിസൈൻ ഒന്നും നമുക്ക് ചില വണ്ടികളിലൊക്കെ ബാക്ക് ഒക്കെ കൊണ്ടുവന്ന് ചില ഡിസൈനിലൊക്കെ ചെറിയ ഡ്രോബാക്സ് വരാറുണ്ട്. ഇത് അങ്ങനത്തെ ഒരു രീതിയിൽ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആ ഒരു ബാക്ക് ഒരു SUV-ക്ക് വേണ്ട രീതിയിൽ തന്നെ ആ ഒരു സ്റ്റൈലിംഗ് ഒക്കെ കൊടുത്താണ് ബാക്കിന് ഡിസൈൻ ചെയ്തേക്കുന്നത്. നമുക്കിപ്പോൾ മേളിൽ വന്നിട്ട് നമുക്കൊരു ഷാർക്ക് ഫിൻ ആൻഡ് വരുന്നുണ്ട് വെഹിക്കിളിന്റെ. പിന്നെ താഴോട്ട് വരുമ്പോൾ ഇവിടെ ഒരു സ്പോയിലർ എലമെന്റ് വന്നു പോകുന്നുണ്ട്. നമുക്ക് ഇങ്ങനെ ഒരു രീതിയിൽ സ്പോയിലർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ സ്റ്റോപ്പ് ലാമ്പ് കാണാം, റിയർ വൈപ്പർ, ഡിഫോർവർ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അണ്ടർസ്റ്റുഡ് ആണ്. കാരണം ഞാനിത് എടുത്ത് അങ്ങ് പറഞ്ഞു പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇത്ര ഒരു ഹൈ എൻഡ് വെഹിക്കിൾസിലെല്ലാം നമുക്ക് ഇതൊക്കെ ഒരു അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ഡീറ്റെയിൽ ഇതങ്ങ് പറയാനില്ലെന്നേ ഉള്ളൂ, പറഞ്ഞങ്ങ് പോകുന്നത് അതുകൊണ്ടാണ്. പിന്നെ താഴോട്ട് വരുമ്പോഴത്തേക്കിനും ഫുള്ളി ബ്ലാക്ക് ചെയ്ത് നിൽക്കുന്ന അതിനകത്താണ് നമ്മുടെ ഈ മഹേന്ദ്രയുടെ ട്വിൻ പീക്സ് ലോഗോ കൊടുത്തേക്കുന്നത്. അത് നല്ല ഭംഗിയുണ്ട് കാണാൻ. അതും ആ ഒരു സിൽവർ ഫിനിഷിൽ കൊടുത്തേക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട്, ക്രോമിയം ഫിനിഷിൽ കൊടുത്തേക്കുന്നത്. പിന്നെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റ് ആണ്. അത് നമ്മുടെ ഈ സൈഡിലേക്ക് കയറി നിൽക്കുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത്. അത് ഭയങ്കര നല്ല വലിപ്പത്തിലാണ്. കാരണം ഇത്രയും വലിയൊരു വെഹിക്കിളിന് ഇത്രയും നല്ല വലിപ്പത്തിലുള്ള ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റ് തന്നെ കൊടുക്കണം. കാരണം എന്നാലേ അതിന്റെ ഒരു ഭംഗി നമുക്ക് കിട്ടത്തുള്ളൂ. അതിന്റെ ആ ഒരു ഡിസൈൻ എലമെന്റ്സ് ഒക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അതിനകത്ത് തന്നെ നമുക്ക് എല്ലാം ഫുള്ളി LED തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഇനി ഈ സൈഡിൽ തന്നെ ഈ അഡ്രിനോക്സ് എന്ന് പറയുന്നത്, ഈ അഡ്രിനോക്സ് എന്ന് പറയുന്നത് മഹേന്ദ്രയുടെ ഒരു ആപ്പാണ്. അതിനകത്തൂടെ നമുക്ക് വയർലെസ് ആയിട്ട് ഫോണിലൂടെ നമുക്ക് വണ്ടിയുടെ ഓരോ കാര്യങ്ങളൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അത് നമുക്ക് ഇന്റീരിയർ വീഡിയോയിൽ ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് പറയാം. പിന്നെ മെയിൻ ആയിട്ടും താഴോട്ട് വരുമ്പോഴത്തേക്കും ബാക്കിലും സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ 2 സെൻസേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ക്യാമറ കാണാം നമുക്ക്. പിന്നെ താഴോട്ട് വരുമ്പോഴത്തേക്കും ബമ്പറിന്റെ ഈ ഒരു ഭാഗം വരുമ്പോഴത്തേക്കും ഒരു ഡാർക്ക് സിൽവർ ഫിനിഷിലാണ് ആ ഒരു സ്കിഡ് പ്ലേറ്റ് വരുന്ന ഒരു ഭാഗം കൊടുത്തേക്കുന്നത്. പിന്നെ ഈ സൈഡിലായിട്ട് റിയർ ഫോഗ് ലാമ്പും ഒരു റിഫ്ലക്ടറുമായിട്ട് രണ്ടും കൂടെ ചേർന്ന് വരുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത്. ഇത് വന്നിട്ട് XUV 700 എന്നുള്ള ഒരു ബാഡ്ജിങ് ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ AX7L എന്ന് പറയുന്നത് ഇത് നമ്മുടെ വേരിയന്റ് ആണ്, ഇത് ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. അത്രയാണ് ബാക്കിലുള്ളത്. ഇനിയിപ്പോ നമുക്ക് ബൂട്ട് സ്പേസ് ഒന്ന് ചെക്ക് ചെയ്യാം. യെസ്, ഇതിപ്പോ നമ്മൾ 6 സീറ്റർ ഫെസിലിറ്റി ആ ഒരു രീതിയിലുള്ള വെഹിക്കിൾ ആണ് നമ്മളിപ്പോ ചൂസ് ചെയ്തേക്കുന്നത്. അതായത് ബാക്കിലും ക്യാപ്റ്റൻ സീറ്റ് വരുന്ന രീതിയിൽ. അപ്പൊ ഈ റോയും തേർഡ് റോയും ഫുള്ളി ഇതാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഇത്രയുള്ള ഒരു സ്പേസേ വരുന്നുള്ളൂ. അത്യാവശ്യം ചെറിയ ഒരു ലഗേജ് ഏരിയ ഒക്കെ വരുന്നുള്ളൂ, ബാഗ്സ് ഒക്കെ വെക്കാവുന്ന രീതിയിൽ. ഇത് ഫോൾഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ ലഗേജ് ഏരിയ കണ്ടെത്താൻ പറ്റും. യെസ്, അപ്പൊ അത്രയാണ്. നമുക്ക് ഇനിയിപ്പോ നേരെ ഇന്റീരിയർ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, യെസ്, നമ്മുടെ XUV 700യുടെ ഇന്റീരിയറിലെ വിശേഷങ്ങൾ ഒരുപാടുണ്ട്. ഒരു രക്ഷയില്ലാതെ തന്നെ പറയണം. പക്ക അപ്പ് മാർക്കറ്റ് ലെവലിലാണ് ഇന്റീരിയർ ചെയ്തേക്കുന്നത്. പ്രീമിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. അതുപോലാണ് ഇന്റീരിയർ ഒക്കെ കൊടുത്തേക്കുന്നത്. നമുക്ക് ആദ്യമേ തന്നെ ഡാഷിന്റെ ലേഔട്ട് കാര്യങ്ങളൊക്കെ പറയാം. ഡാഷ് അത്യാവശ്യം നല്ല ഒരു വിട്ടുള്ള രീതിയിലാണ് കൊടുത്തേക്കുന്നത്. അകത്തോട്ട് നമുക്ക് കയറി നിൽക്കുന്ന രീതിയിലാണ് ഡാഷ് കൊടുത്തേക്കുന്നത്. പിന്നെ താഴോട്ട് വരുമ്പോൾ ഒരു ബ്ലാക്കും ഒരു ബീച്ച് കളറിലുമാണ്, ബീച്ച് കോമ്പിനേഷനിലുമാണ് ആ ഒരു ഡാഷ് ഡിസൈൻ ചെയ്തേക്കുന്നത്. ഇവിടെ ഒരു സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ ആണ് കൊടുത്തേക്കുന്നത്. ആ ഒരു സ്റ്റിച്ചിങ് ഒക്കെ കൊടുത്ത് ഒരു സോഫ്റ്റ് ടച്ച് ലെതർ ഫിനിഷിലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ആ സൈഡിൽ നമുക്ക് ഒരു AC വെന്റിന്റെ ചുറ്റിന് നമുക്കൊരു ഡാർക്ക് ക്രോമിയം ഫിനിഷ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് നല്ല നീറ്റ്ലി പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ താഴോട്ട് വരുമ്പോൾ ഇവിടെ ഒരു സിൽവർ ഫിനിഷിൽ ഇങ്ങനെ ഒരു
ഒരു ഡിസൈൻ എലമെന്റ് പോകുന്നുണ്ട്. പിന്നെ താഴോട്ട് വരുമ്പോഴത്തേക്കിനും ആ ഒരു ഗ്ലൗ ബോക്സ് ഏരിയ നമുക്ക് കാണാം. അത്യാവശ്യം നല്ല ഒരു സ്റ്റോറേജ് സ്പേസ് ഉള്ള ഒരു രീതിയിലാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ നമുക്ക് എന്തെങ്കിലും ചെറിയ ഐപാഡ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കാവുന്ന ഒരു ചെറിയൊരു സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മെയിൻ ആയിട്ട് ഇതിനകത്ത് ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ഈ ഒരു 10.25 ഈ ഒരു ഡ്യുവൽ സ്ക്രീൻ തന്നെയാണ്. ഒരു രക്ഷയില്ല. അതിന് എവിടെയാണ് ഒരു കട്ടിംഗ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഒന്നിച്ചുള്ള ഒരു സ്ക്രീനാണ്. 10.25 ഇഞ്ചിന്റെ 2 സ്ക്രീനായിട്ട് കൊടുത്തേക്കുവാണത്. ഇതിനകത്ത് നമുക്ക് എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ആൻഡ്രോയിഡ്, ആപ്പിൾ കാർപ്ലേ അങ്ങനെ തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും പിന്നെ അഡാസിന്റെ ഫീച്ചേഴ്സും വരുന്നുണ്ട്. നാവിഗേഷൻ അങ്ങനെയുള്ള ഇൻബിൽട്ട് നാവിഗേഷൻ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് കുറച്ച് ആപ്ലിക്കേഷൻസ് ഇൻബിൽട്ട് ആയിട്ട് വരുന്നുണ്ട്. ഗാന അങ്ങനെയുള്ള കാര്യങ്ങൾ, ന്യൂസ് അപ്ഡേറ്റ് അങ്ങനെയൊക്കെ കുറെ ആപ്ലിക്കേഷൻസ് ഇതിനകത്ത് ഇൻബിൽട്ട് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്ക് AC-യുടെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഡ്യുവൽ സോൺ AC ആയിട്ടാണ് വരുന്നത്. താഴോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് കാണാം ഇവിടെ 2 രീതിയിൽ നമുക്ക് കോ ഡ്രൈവർ സീറ്റിൽ നമുക്കൊരു വേറെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാം, ഡ്രൈവർ സീറ്റിൽ വേറൊരു ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാവുന്ന ഒരു രീതിയിലാണ് കൊടുത്തേക്കുന്നത്. ഒരു ഡ്യുവൽ AC ആണ് കൊടുത്തേക്കുന്നത്. അത് നല്ല നീറ്റ്ലി ആണ്. ആ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ നല്ല ഭംഗിയിലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഈ ഒരു സെന്ററിൽ വരുന്ന ആ ഒരു AC വെൻസ് ആണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഡാർക്ക് ക്രോം ഫിനിഷിലൊക്കെ കൊടുത്ത് നല്ല ആ ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷ് ഒരു രക്ഷയില്ലെന്ന് തന്നെ പറയണം. കാരണം എല്ലാ വെഹിക്കിൾസും മഹീന്ദ്രയുടെ ലൈനപ്പിലുള്ള എല്ലാ വെഹിക്കിൾസിന്റെ ഫിറ്റ് ആൻഡ് ഫിനിഷ് ഒരു രക്ഷയില്ല. കാരണം ഒരു നമ്മുടെ ഒരു വിദേശ വെഹിക്കിൾസിന്റെ ഒക്കെ ഒരു വിദേശ ബ്രാൻഡുകളുടെ ഒക്കെ ഒരു വെഹിക്കിളിന്റെ ഒക്കെ ഇന്റീരിയറിൽ നമ്മൾ കയറുന്ന അതേ കണക്കിന് തന്നെ അത്രയും ക്വാളിറ്റിയും അല്ലെങ്കിൽ ആ ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷും ഒക്കെ ഒരു വളരെ ശ്രദ്ധയോടുകൂടി അത് എല്ലാ കാര്യങ്ങളും നീറ്റ്ലി പ്ലേസ് ചെയ്ത് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നമുക്കത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അത് ഞാൻ എടുത്തു പറയാൻ കാരണം ഒരു പാനൽ ഗ്യാപ്പുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് വെഹിക്കിളിൽ നോട്ടീസബിൾ ആയിട്ടോ അല്ലാതെ ഒന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അത്ര നല്ല ഡീറ്റെയിൽ ചെയ്താണ് ഇന്റീരിയർ നമുക്ക് ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നത് മഹീന്ദ്ര. പിന്നെ വേണ്ടത് നമുക്ക് ഇവിടെ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡിലായിട്ടാണ്, ഈ സൈഡിലാണ് സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ കാണുന്നത്. പിന്നെ താഴോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് കുറച്ച് ടോഗിൾ സ്വിച്ചസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്ത് ABS-ന്റെ സ്വിച്ചസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ അസാർട്ട് സ്വിച്ചസ് ഉണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് ക്യാമറ അതേണ്ട ഇവിടെ നോക്കി അത്യാവശ്യം നല്ല ഒരു ക്ലാരിറ്റി ഉള്ള ഒരു ക്യാമറയാണ്. ഞാൻ പറഞ്ഞല്ലോ 360 ഡിഗ്രി ക്യാമറ വരുന്നതുകൊണ്ട് പിന്നെ അഡാസ് ഫീച്ചേഴ്സ് ഒക്കെ വരുന്നതുകൊണ്ട് നമുക്ക് ക്യാമറ അത്യാവശ്യം നല്ല ക്ലാരിറ്റി തന്നെ ഉള്ള ഒരു ക്യാമറയാണ് കൊടുത്തേക്കുന്നത്. അത് അവിടെ നമുക്ക് ആ രീതിയിൽ ഓഫ് ചെയ്യാവുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഡ്രൈവ് മോഡ്സ് വരുന്നത് അത് സിപ്പ്, സാപ്പ്, സൂം എന്ന് പറയുന്ന 3 മോഡ്സ് വരുന്നുണ്ട്. സിപ്പ് എന്ന് പറയുന്നത് നോർമൽ ഒരു ഇതായിരിക്കും, നമ്മൾ മോഡായിരിക്കും. പിന്നെ സാപ്പ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ പവർ വരുന്ന ഒരു മോഡാണ്. പിന്നെ സൂം എന്ന് പറയുന്നത് മാക്സിമം വെഹിക്കിളിന്റെ മാക്സിമം പവർ എടുത്തു പോകുന്ന ഒരു മോഡാണ്. അങ്ങനെ 3 മോഡുണ്ട്. പിന്നെ ഇത് കൂടാതെ നമുക്ക് കസ്റ്റം ചെയ്യാം. അതായത് നമ്മുടെ രീതിയിൽ നമുക്ക് അതിന് കസ്റ്റം ചെയ്ത് ആ രീതിയിൽ അങ്ങനെ മോഡ് ചെയ്യാവുന്ന രീതിയിൽ ഒരു ഓപ്ഷനോടെ മഹീന്ദ്ര ഈ വെഹിക്കിളിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ട താഴോട്ട് വരുമ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ ഒരു വയർലെസ് ചാർജിങ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഓൺ ഓഫ് ചെയ്യാവുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ നമുക്ക് വെക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് തന്നെ ഇവിടെ നമുക്ക് ഒരു ചെറിയൊരു സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. അവിടെ വേണമെങ്കിൽ നമുക്ക് ഒരു എക്സ്ട്രാ മൊബൈലൊക്കെ വേണമെങ്കിൽ വെക്കാവുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത്. നമുക്ക് 2 USB പോർട്ട് വരുന്നുണ്ട്. ഒന്ന് ഒരു ഫാസ്റ്റ് ചാർജിങ് പോർട്ടായിട്ടാണ് കൊടുത്തേക്കുന്നത്, ഒന്ന് നോർമൽ ആയിട്ടുള്ള രീതിയിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴോട്ട് വരുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ ഓൾറെഡി നമ്മൾ ഡ്രൈവിനായിട്ട് സെലക്ട് ചെയ്തേക്കുന്ന വേരിയന്റ് പറയുന്ന ഒരു 6 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് വേരിയന്റ് ആണ് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത്. ടോർക്ക് കൺവെർട്ടർ ആണ് ഗിയർ ബോക്സ് വരുന്നത്. അതിന്റെ ഒരു ഗിയർ നോബും ആ ഒരു ഫിനിഷും ഒക്കെ ഒരു രക്ഷയില്ലെന്ന് തന്നെ പറയണം. നല്ല ഫിനിഷിലാണ് കൊടുത്തേക്കുന്നത്. അത്യാവശ്യം ഒരു ഒരുപാട് ലെങ്തി ആയിട്ടൊന്നുമല്ല, അത്യാവശ്യം ചെറിയൊരു ആ ഒരു വലുപ്പത്തിലേ കൊടുത്തിട്ടുള്ളൂ. ഒരുപാട് വലുപ്പമല്ല അത്. അതിന്റെ ചുറ്റിന് നേണ്ട ഒരു മാറ്റ് സിൽവർ ഫിനിഷ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഫുള്ളി ബ്ലാക്ക് ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് ഈ ഒരു സെൻട്രൽ കൺസോൾ ഫുള്ള് പോയേക്കുന്നത്. ആ ഒരു ട്രാൻസ്മിഷന്റെ പാർക്ക്, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്, പിന്നെ നമുക്ക് ലെഫ്റ്റിലോട്ട് തട്ടി കഴിഞ്ഞാൽ മാനുവലി ഡ്രൈവ് ചെയ്യണമെങ്കിൽ ആ രീതിയിൽ നമുക്ക് ഡ്രൈവ് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇലക്ട്രോണിക് പാർക്ക് ബ്രേക്ക് വരുന്നുണ്ട്, ഓട്ടോ ഹോൾഡ് വരുന്നുണ്ട്. പിന്നെ വേണ്ടത് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും 2 കപ്പ് ഹോൾഡേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വെഹിക്കിളിന്റെ ഈ ഒരു കീ വരുന്നത് ഈ രീതിയിലാണ്. അതിനകത്ത് ലോക്ക് അങ്ങനെയുള്ള കാര്യങ്ങളേ ഉള്ളൂ. ലോക്ക്, അൺലോക്ക് ആൻഡ് പിന്നെ നമുക്ക് ഈ ഒരു ബൂട്ട് ലിഡ് ഓപ്പൺ ചെയ്യുന്ന അതും കൊടുത്തിട്ടുണ്ട്. പിന്നെ ടീൻ സ്പീക്ക് ലോഗോ കൊടുത്തിട്ടുണ്ട്. അത് നല്ല നീറ്റ്ലി ആയിട്ടുള്ള ഒരു നല്ല ഭംഗിയുള്ള ഒരു കീ ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇവിടെ നമുക്ക് ഈ യൂണിറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള ഒരു കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിന്റെ ഒരു റൊട്ടേറ്ററി സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഫേവറേറ്റ് ബട്ടൺ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഹോം, ബാക്ക് അടിച്ച് പോകാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു യൂണിറ്റ് ഒരു രക്ഷയില്ല. കാരണം ഇതിന്റെ ഒരു ടച്ച് ആക്യുറസി ഒക്കെ ഒരു രക്ഷയില്ലെന്ന് തന്നെ പറയാവുന്ന കാര്യങ്ങളാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. കാരണം ഞാനിപ്പം ടച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് അറിയാൻ പറ്റും. വെഹിക്കിളിന്റെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. പിന്നെ നമ്മുടെ ഈ ഫ്രണ്ടിലത്തെ ഈ 2 സീറ്റും നമുക്ക് വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ് വരുന്നത്.
അതിന്റെ നമുക്ക് ഇവിടെ കണ്ട ടെമ്പറേച്ചർ, അതിന്റെ ഒരു സ്പീഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഡ്യുവൽ സോൺ AC-യുടെ ടെമ്പറേച്ചർ രണ്ടും രണ്ട് രീതിയിൽ സെറ്റ് ചെയ്തേക്കുന്നത് കാണാം. പിന്നെ ഇതിനകത്ത് സ്മാർട്ട് എയർ ഫിൽറ്ററിംഗ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ടെക്നോളജി ഒക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല പ്യൂരിഫൈഡ് ആയിട്ടുള്ള എയർ ഫ്ലോ വരുന്ന കാര്യങ്ങളൊക്കെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നാവിഗേഷന് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് തന്നെ ഇൻബിൽട്ട് വരുന്നുണ്ട്. കണ്ടോ അതിന്റെ ഒരു ടച്ചിന്റെ ആ ഒരു ആക്യുറസി ഒക്കെ നല്ല ഒരു ഫീൽ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഒട്ടും ലാഗ് ഒന്നും വരുന്നില്ല. പിന്നെ അഡ്രനോക്സ് ആണ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ അഡ്രനോക്സ് എന്ന് പറയുന്നത് മഹീന്ദ്രയുടെ ഒരു ആപ്പാണ്, ആ ഒരു ഇന്റർഫേസിന് പറയുന്നതാണ്. അതുവഴി നമുക്ക് വെഹിക്കിളിൽ നമുക്ക് പുറത്തിരുന്ന് നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യുക, AC ഇടുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് അതിലൂടെ മൊബൈലിലൂടെ ഒക്കെ ചെയ്യാവുന്ന ഒരു ഫീച്ചറാണ് ഈ അഡ്രനോക്സ് എന്ന് പറയുന്നത്. പിന്നെ വേണ്ട നമുക്ക് താഴോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഒരു അത്യാവശ്യം നല്ല ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് ആണ്. ഇതൊരു കൂൾഡ് ഒരു സ്റ്റോറേജും കൂടാണ്. നമുക്കത് വേണേൽ ഓഫ് ചെയ്യാം. അവിടെ ഒരു റൊട്ടേറ്ററി നോബ് ഉണ്ട്, അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും. പിന്നെ വേണ്ട നമുക്ക് ഇവിടെ കീസാബ് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു, അതൊക്കെ ഒരു കുറച്ച് നല്ലൊരു ഐഡിയോളജിക്കലായിട്ട് ചെയ്തു വെച്ചേക്കുന്ന കാര്യങ്ങളാണ്. അതൊക്കെ നല്ലൊരു കാര്യങ്ങളാണ്. പിന്നെ ഇത് നമുക്ക് അഡ്ജസ്റ്റബിളും ആണ്. നമുക്ക് മുമ്പോട്ട് നീക്കി വെക്കാവുന്ന രീതിയിലുള്ള ഒരു അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്ന ഒരു ആംബ്രസ്റ്റും കൂടാണ് കൊടുത്തേക്കുന്നത്. പിന്നെ സ്റ്റിയറിംഗിലേക്ക് വരുമ്പോഴത്തേക്കിനും ഒരു രക്ഷയില്ലെന്ന് തന്നെ പറയാം. നല്ല കംഫർട്ടബിൾ ആയിട്ട് പിടിക്കാൻ പറ്റുന്ന ഒരു സ്റ്റിയറിംഗ് വീലാണ്. നല്ല ലെതർ റാപ്ഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഒരു സ്റ്റിച്ചിങ് ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ടാണ് കൊടുത്തേക്കുന്നത്. ഇതിനകത്ത് നമുക്ക് ഇതിന്റെ ഈ ഒരു നമ്മുടെ ക്ലസ്റ്ററിന്റെ ഒരു എല്ലാ കാര്യങ്ങളും നമുക്ക് കൺട്രോൾ ചെയ്യുന്ന സ്വിച്ചസും കാര്യങ്ങളൊക്കെ ഇതിനകത്താണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു ഇൻഫർടൈൻമെന്റിനകത്താണെങ്കിലും അതിന്റെ ഒരു കൺട്രോൾസും കാര്യങ്ങളും ഇവിടെയും നമുക്ക് സെറ്റ് ചെയ്യാം. പിന്നെ ഇതിനകത്ത് ഓഡിയോ കൺട്രോൾസ് വരുന്നുണ്ട്, മറ്റേ വോയിസ് കമാൻഡ് വരുന്നുണ്ട്, പിന്നെ ഇവിടെ ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്. ഈ സൈഡിലും നമുക്ക് നമ്മുടെ ഈ ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ നമുക്ക് ഇവിടാണ് നമുക്ക് ഓരോ കാര്യങ്ങൾ അതിനകത്ത് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടോ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കാണാം. നാവിഗേഷനൊക്കെ ഇവിടെ നമുക്ക് ഇതിനകത്തൂടെ നമുക്ക് നാവിഗേഷൻ കാണാൻ പറ്റും. കണ്ടോ അതൊരു നല്ല ഗുഡി ഫീച്ചറാണ്. നമുക്ക് ഈ സ്ക്രീനിൽ നമുക്ക് അങ്ങോട്ട് നോട്ടം പോയാൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ശ്രദ്ധ പോയാൽ നമുക്ക് ഈ സ്ക്രീനിലൂടെ നമുക്ക് കാണാം. അങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഒക്കെ നല്ല ഗുഡി ഫീച്ചേഴ്സ് എല്ലാം ഒരുപാട് നമുക്ക് വെഹിക്കിളിൽ കാണാനുണ്ട്. വെഹിക്കിൾ ഇൻഫോം, ഫ്യൂവൽ, ഡിസ്റ്റൻസ് ടു MT, അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാ ഫീച്ചേഴ്സും നമുക്ക് വെഹിക്കിളിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യം പറഞ്ഞാൽ ഈ ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിനകത്ത് ഈ ഒരു ഡയൽസിന്റെ ഒരു കളർ കോമ്പിനേഷൻ അടിപൊളിയായിട്ടുണ്ട്. കാരണം ഫുള്ളി ബ്ലാക്കിൽ വന്നിട്ട് ഈ ഒരു വൈറ്റും ആ ഒരു റെഡ് ഫിനിഷും എല്ലാം കൂടെ ചേർന്ന ഒരു മിക്സഡ് കോംബോ ആണ്. ഇവിടെ ഒരു ബ്ലൂ ഫിനിഷ് കാണാം. ആ നീഡിലിന്റെ പോലെ കൊടുത്തേക്കുന്ന ഭാഗം എല്ലാം ഒരു ബ്ലൂ ഫിനിഷിലാണ് കൊടുത്തേക്കുന്നത്. ലെഫ്റ്റ് സൈഡ് വന്നിട്ട് നമുക്ക് ഈ ഒരു സ്പീഡോമീറ്ററും റൈറ്റ് സൈഡിൽ വന്നിട്ട് RPM മീറ്ററുമായിട്ടാണ് വരുന്നത്. ഫുള്ളി ഡിജിറ്റൽ ആണ്. പിന്നെ നമുക്ക് ഇതിനകത്ത് നമുക്ക് ഈ ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് അവിടെയുള്ള ആ ഒരു സ്ക്രീനിൽ നമുക്ക് ക്യാമറ കാണാൻ പറ്റും. ലെഫ്റ്റ് സൈഡിലെ ആ ഒരു വാർണിംഗ്സ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത്. അത് അഡാസിന്റെ ഫീച്ചേഴ്സ് ലെയിൻ കീപ്പ് അസിസ്റ്റ്, ഫോർവേഡ് കൊളിഷൻ വാർണിംഗ്, ഓട്ടോ ഹൈ ബീം അസിസ്റ്റ്, അങ്ങനെയുള്ള അഡാസ് ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് വെഹിക്കിളിൽ വരുന്നുണ്ട്. പിന്നെ മെയിൻ ആയിട്ട് എടുത്തു പറയേണ്ടത് നമുക്ക് സീറ്റിൽ മെമ്മറി ഫംഗ്ഷനും വരുന്നുണ്ട്. അതായത് 3 നമുക്ക് മെമ്മറി സെറ്റ് ചെയ്യാവുന്ന രീതിയിൽ സീറ്റ് നമുക്ക് സെറ്റ് ചെയ്യാം. പിന്നെ ഈ ഒരു ഡ്രൈവർ സീറ്റ് ആണ് നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സീറ്റ് വരുന്നത്. ആ ഒരു സീറ്റ് നമുക്ക് ഫുള്ളി നമുക്ക് മെമ്മറി അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ നേരത്തെ ആദ്യമേ എക്സ്റ്റീരിയർ പറഞ്ഞ സമയത്ത് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ ഒരു സെഗ്മെന്റിൽ ആദ്യമായിട്ടാണ് നമുക്ക് ഈ മിററിന്റെ അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് മെമ്മറിയിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. അത് രണ്ടും ഒരു ലിങ്ക് ചെയ്താണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഫുള്ളി ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് നല്ല രീതിയിൽ ഓടിക്കളിക്കുന്നുണ്ട് വെഹിക്കിളിൽ. അത് നല്ല ഭംഗിയുണ്ട്, നല്ല കാണാൻ നല്ല ഒരു എന്താ പറയുക ഒരു പക്ക ഒരു പ്രീമിയം ഫീൽ തരുന്നുണ്ട്. പിന്നെ ഈ സ്റ്റിയറിംഗ് ഒരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് ആണ്. ഇവിടെ താഴെ നോക്കിയ 3 സ്പോക്ക് ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് ആണ് കൊടുത്തേക്കുന്നത്. ഇവിടെ നമുക്കൊരു ടിൻ പീക്സ് ലോഗോ കാണാം. ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഡ്രൈവർ ഡ്രോസിനെസ് എന്ന് പറയുന്നത് നമ്മൾ ഉറങ്ങി പോവുകയാണെങ്കിൽ അത് നമ്മൾ വെഹിക്കിൾ അറ്റൻഷൻ ആയിട്ട് നമുക്ക് അലേർട്ട് തരുന്ന ഒരു ഫീച്ചറാണ്. അങ്ങനെയുള്ള ഗുഡി ഫീച്ചേഴ്സ് ഒരുപാട്. പിന്നെ ഓഫ് കോഴ്സ് നമുക്ക് ഈ അഡാസ് ഫീച്ചേഴ്സ് വരുന്നതുകൊണ്ട് ഈ ലൈൻ കീപ്പ് അസിസ്റ്റ് അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സ്, ഫോർവേഡ് കൊളിഷൻ വാർണിംഗ്, അല്ലെങ്കിൽ ഓട്ടോ ഹൈ ബീം അസിസ്റ്റ്, ഇങ്ങനെയുള്ള അഡാസിന്റെ എല്ലാ ഫീച്ചേഴ്സും വെഹിക്കിളിൽ വരുന്നുണ്ട്. അപ്പം ഞാൻ എല്ലാം എടുത്ത് പറയാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകും. ഇനിയിപ്പോ നമുക്ക് നേരെ ഈ ഒരു സീറ്റിന്റെ ഒരു ഫിനിഷും കാര്യങ്ങളിലേക്കൊക്കെ പോകാം. നമുക്ക് ഈ ഒരു സീറ്റ് അടിപൊളി ഒരു സീറ്റാണ്. അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സീറ്റാണ്. ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം, എല്ലാം ഫുള്ളി ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഒരു സീറ്റാണ്. ഡ്രൈവർ സൈഡ് സീറ്റ് കൊടുത്തേക്കുന്നത്. പിന്നെ കോ ഡ്രൈവർ സീറ്റ് വരുന്നത് നമുക്ക് ഇലക്ട്രിക്കലി അല്ല, നോർമലി ഉള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ് വരുന്നത്, മാനുവലി ആണ് വരുന്നത്. പിന്നെ ഈ ഒരു സീറ്റിന്റെ ഡിസൈൻ ഒക്കെ ആണെങ്കിലും നല്ല ഭംഗിയാണ്. അതാണ് ഞാൻ പറയുന്നത്, ഒരു നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സീറ്റാണ്. നമുക്ക് നമ്മളെ ഹഗ് ചെയ്തിരിക്കുന്ന രീതിയിൽ നല്ല ബാക്ക് ഒക്കെ നമുക്ക് നല്ല സപ്പോർട്ട് തരുന്ന ഒരു സീറ്റും കൂടാണ്.
പിന്നെ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം വെന്റിലേറ്റഡ് സീറ്റ് ആയതുകൊണ്ട് ആ ഒരു ഹോൾസ് ആ ഒരു രീതിയിൽ കാണുന്നത്. അത്യാവശ്യം നല്ല ഒരു ഈ ഒരു ബോൾസ്റ്റേഴ്സ് ഒക്കെ ആണെങ്കിലും നല്ല നല്ല ഭംഗിയുണ്ട് കാണാൻ. നമ്മുടെ ഈ ഒരു സൈഡൊക്കെ നമുക്ക് നല്ല ഒരു പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് കൊടുത്തേക്കുന്നത്. ഹെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു സീറ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. യെസ്, പിന്നെ നമുക്ക് വെഹിക്കിളിൽ സോണിയുടെ ഒരു 12 സ്പീക്കർ സിസ്റ്റം വരുന്നുണ്ട്. അത് വിത്ത് 3D സൗണ്ട് സിസ്റ്റം ആണ് വരുന്നത്. നല്ലൊരു സബ് വൂഫറും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ്. ഒരു രക്ഷയില്ല, അടിപൊളി ഓഡിയോ സിസ്റ്റം ആണ്. അത് എടുത്ത് പറയണം. 12 സ്പീക്കേഴ്സ് ആണ്. കണ്ടിട്ടില്ലേ എന്റെ മെയിൻ ഇവിടെ ഒക്കെ ഉണ്ട്, റൂഫിലും ഒക്കെ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് സോണി എന്നുള്ള ബാഡ്ജിങ് കൊണ്ട് ആ ഒരു നമ്മുടെ ഡോറിൽ കാണാൻ പറ്റും. പിന്നെ വേണ്ട ഇവിടെ നമുക്ക് വന്നു കഴിയുമ്പോഴത്തേക്കിന് മിറർ, ഈ ഒരു കാര്യം എനിക്കൊരു പോരായ്മയായിട്ട് തോന്നി. ഇത്രയും ഒരു ഹൈ എൻഡ് വെഹിക്കിൾ അല്ലെങ്കിൽ ഇത് ടോപ്പ് എൻഡ് വേരിയന്റിൽ നമുക്ക് ഓട്ടോ ഡിമ്മിങ് മിറർ വന്നില്ല എന്നുള്ള ഒരു ഇച്ചിരി ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നി. ഇതൊരു മാനുവൽ മിറർ ആയിപ്പോയി വന്നിരിക്കുന്നത് വെഹിക്കിളിൽ. പിന്നെ വേണ്ട നമുക്ക് ഇവിടെ ഒരു സൺഗ്ലാസ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ട ഇവിടെ ഒരു ലാമ്പ്, റീഡിംഗ് ലാമ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ട നമ്മുടെ പനോരമിക് സൺറൂഫ്. യെസ്, അത്യാവശ്യം നല്ല ഒരു വലിയൊരു പനോരമിക് സൺറൂഫ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഈ ഒരു ഓപ്പണിംഗ് ആണെങ്കിലും നമുക്ക് ബാക്കിലൊക്കെ കുട്ടികൾക്കൊക്കെ നിൽക്കണമെന്നുണ്ടെങ്കിലൊക്കെ അത്യാവശ്യം നിൽക്കാം. പക്ഷെ അത് അത്ര ഞാനത് എടുത്ത് പറയുന്നില്ല, കാരണം അത് ഒരു സേഫ്റ്റി പരമായിട്ട് ഇങ്ങനെ നമ്മൾ വെളിയിലോട്ട് നിൽക്കുന്നത് അത്ര നല്ല കാര്യമല്ല. ഒത്തിരി നമ്മൾ റോഡിലൊക്കെ ഒരുപാട് വെഹിക്കിളിൽ അങ്ങനെ അത് എന്റർടൈൻ ചെയ്യരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അത് ഒരു അപകടം വിളിച്ചു വരുത്തുന്ന ഒരു കാര്യമാണ്. പിള്ളേർ നമ്മൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നവർ അറിയത്തുമില്ല, വല്ല വയറോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കിടപ്പോ ഉണ്ടെങ്കിൽ നമ്മളത് അറിയത്തുമില്ല. ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അല്ലെ പിന്നെ അതുപോലുള്ള ഒരു എന്താ പറയുക, നമുക്ക് ഒരു പ്രൈവറ്റ് ഏരിയയിലോ അങ്ങനെയൊക്കെ ഉള്ള ഒരു ചെറിയ സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ സൂക്ഷിച്ച് നമ്മൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഒത്തിരി പിള്ളേർ ഒക്കെ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഈ സൺറൂഫ് എന്ന് പറയുമ്പോൾ. അവർ ഇറങ്ങി നിൽക്കി ഇങ്ങനെ മേളിലോട്ട് കയറി നിൽക്കുകയൊക്കെ ചെയ്യും. 2 പിള്ളേരെ കൂടി ഞാൻ എപ്പോഴും കാണാറുണ്ട്. അത് നമ്മുടെ വീഡിയോയിൽ ഞാനത് പറയാൻ കാരണം അതൊരു സേഫ്റ്റി ആയിട്ടുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് അത് അധികം അങ്ങനെ പിള്ളേരെ എന്റർടൈൻ ചെയ്യരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നമുക്ക് ഡോർ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് നേരെ ഒരു 2 ലിറ്റർ ബോട്ടിൽ വെക്കാവുന്ന ഒരു സ്പേസ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. അവിടെ ഒരു സൈഡിൽ ഒരു നമുക്ക് ഫയൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ വെക്കാവുന്ന ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഡോറിന്റെ മൊത്തത്തിലുള്ള ട്രിം എന്ന് പറയുന്നത് ആ ഒരു ബീജും ബ്ലാക്കും കോമ്പിനേഷനിലാണ്. ആ ഡോർ ഹാൻഡിൽ ഫുള്ള് കൊടുത്തേക്കുന്നത് ആ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തേക്കുന്നത്. അവിടെ നമ്മുടെ ഒരു കൈ ടച്ച് ആവുന്ന ഒരു ഭാഗത്തൊക്കെ ഒരു സോഫ്റ്റ് ടച്ച് ഒരു ഫീലിൽ കൊടുത്തിട്ടുമുണ്ട്. പിന്നെ ആ ഒരു ഡോറിന്റെ ആ ഒരു സൈഡിൽ നമുക്ക് സോണിയുടെ ആ ഒരു സ്പീക്കേഴ്സ് കാണാം. നമുക്ക് ഈ ഒരു വൈസറിൽ നമുക്ക് വിത്ത് ലാമ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള ഒരു മിറർ വന്നിട്ടുണ്ട്. നമുക്ക് അതിങ്ങനെ ക്ലോസ് ചെയ്യുമ്പോൾ മേളിൽ ഓഫ് ആവും. ഈ സൈഡിലും മിററില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫ്രണ്ടിലെ കാര്യങ്ങൾ പറയാനുള്ളത്. ഇപ്പൊ നമുക്ക് നേരെ ബാക്ക് സീറ്റിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് വരുന്നത്, അല്ലെ അവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, യെസ്. അപ്പൊ നമ്മുടെ XC700 സെക്കൻഡ് റോയില് ഇതിപ്പോ നമ്മളൊരു 6 സീറ്റർ കോൺഫിഗറേഷൻ ഉള്ള ഒരു വെഹിക്കിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇത് ബാക്കിൽ നമുക്ക് 2 ക്യാപ്റ്റൻ സീറ്റ്സ് ആണ് വരുന്നത്. അതുകൊണ്ട് കംഫർട്ടിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. കാരണം നമ്മൾ ഫ്രണ്ടിൽ എങ്ങനെയാണോ ഇരിക്കുന്നത് അതേ ഒരു എഫക്റ്റ് തന്നെയാണ് നമുക്ക് സീറ്റിംഗ് ആ ഒരു കംഫോർട്ട് കിട്ടുന്നത്. ഒരു ബക്കറ്റ് സീറ്റ് ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമുക്ക് ആ രീതിയിൽ തന്നെയാണ് വന്നേക്കുന്നത്. പിന്നെ ഇത് നമുക്ക് സ്ലാൻഡ് ചെയ്യാവുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത്. നമുക്ക് ഇങ്ങനെ ബാക്കിലോട്ട് സ്ലാൻഡ് ചെയ്യാം. ഇത്രയും ഒരു റീച്ച് വരുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത്. അതായത് നമുക്ക് മുമ്പോട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, ആ രീതി ഇതിന് കൊടുത്തിട്ടില്ല. പക്ഷെ അത് വേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അതിന്റെ വേറൊരു ആസ്പെക്ട് എനിക്ക് തോന്നുന്നു കമ്പനി ചിന്തിച്ചാൽ ഇത് നമ്മൾ ബാക്കിലോട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു തേർഡ് റോയിൽ ഇരിക്കുന്ന ആളുകൾക്കുള്ള നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ ഒരു പ്രശ്നം കൊണ്ടൊക്കെ ആയിരിക്കാം. അപ്പൊ നമുക്ക് തേർഡ് റോയിൽ അത് പോയിട്ട് നോക്കാം നമുക്ക് എങ്ങനെയുണ്ട് അവിടുത്തെ സീറ്റിംഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ നമുക്ക് ഇവിടെ 2 AC വെന്റ്സ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള AC വെന്റ്സ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ ടൈപ്പ് C പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഫാസ്റ്റ് ചാർജിങ് ആണ്. നമുക്ക് മൊബൈൽ ഇവിടെ വെക്കാനുള്ള ആ ഒരു പ്രൊവിഷനും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബോസ് ഫീച്ചർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇത് നമ്മൾ ഈ ഒരു ലിവറിൽ വലിച്ചു കഴിഞ്ഞാൽ ഈ സീറ്റ് ഇങ്ങനെ മുമ്പോട്ട് നീക്കാം. നമുക്ക് ഇങ്ങനെ കാലൊക്കെ വെച്ച് അടിപൊളിയായിട്ട് ഇങ്ങനെ ഇരുന്ന് പോകാൻ പറ്റുന്ന ഒരു ഫെസിലിറ്റി ആണ്. നമുക്ക് ഫ്രണ്ടിലെ ഇപ്പൊ ഡ്രൈവറെ വിളിച്ച് നമുക്ക് മാറ്റാതെ തന്നെ നമുക്ക് സെൽഫായിട്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഒരു ഫീച്ചറാണ്. അത് നല്ലൊരു ഗുഡി ഫീച്ചറാണ്. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു വെഹിക്കിളിൽ നമുക്കത് നല്ലൊരു കാര്യമാണ്. പിന്നെ ഇതിന്റെ ബാക്കിൽ നമുക്കൊരു ഫയൽ പോക്കറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ റീഡിംഗ് ലാംപ്സ് വരുന്നുണ്ട്, LED റീഡിംഗ് ലാംപ്സ് വരുന്നുണ്ട്. ബാക്കിൽ ഒരു ഗ്രാബ് ഹാൻഡിൽ വരുന്നുണ്ട്.
ഇവിടെ നമുക്ക് ഡോർ പോക്കറ്റ് ഒരു ഡോർ ഒരു ബീജും ബ്ലാക്കും ഇന്റീരിയർ തന്നെയാണ്. ഫ്രണ്ടിലത്തെ ഡോർ വേണ്ടതുപോലെ തന്നെയാണ്. ഇവിടെ ബാക്കിലും നമുക്ക് ആ ഒരു 2 ലിറ്റർ ബോട്ടിലൊക്കെ വെക്കാവുന്ന ഒരു സ്പേസ് ആയിട്ടുള്ള രീതിയിലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ബാക്ക് സീറ്റിൽ നമുക്കിപ്പോ ഇത്രയും കാര്യങ്ങളാണ് നിലവിൽ പറയാനുള്ളത്. ആ ഒരു പനോരമിക് സൺറൂഫിന്റെ കാര്യമൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. ഇപ്പൊ ഇത്രയും ഫീച്ചേഴ്സ് ആണ് നമുക്ക് ബാക്ക് സീറ്റിലുള്ളത്, സെക്കൻഡ് റോയിലുള്ളത്. ഇനിയിപ്പോ നമുക്ക് തേർഡ് റോ എന്തൊക്കെയാണ് നമുക്ക് മാറ്റങ്ങൾ നോക്കാം. പിന്നെ നമുക്ക് ഇവിടെ ഒരു ഹാൻഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരുന്ന് പോകാവുന്ന ഒരു പൊസിഷനിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. പുള്ളി നമുക്ക് പിന്നെ ഇത് 7 എയർ ബാഗ്സ് വരുന്ന ഒരു വെഹിക്കിൾ ആണ്. അപ്പൊ അത്രയൊക്കെയാണ് നമുക്ക്. ഇനിയിപ്പോ നമുക്ക് തേർഡ് റോ എങ്ങനെയാണ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പൊ തേർഡ് റോയിലേക്ക് പോകുന്നത് നമുക്ക് ഞാനത് കാണിക്കാം. ഈ സീറ്റ് ഫ്ലിപ്പ് ചെയ്തിട്ടാണ് തേർഡ് റോയിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് ഈ ഒരു തേർഡ് റോയിലേക്ക് പോകാനായിട്ട് നമുക്ക് ഈ സീറ്റ് ഫ്ലിപ്പ് ചെയ്തിട്ട് വേണം. ഒരു 1 ടച്ച് ആണ്, ആ ഒരു രീതിയിലാണ്, കുഴപ്പമില്ല. നമുക്ക് ഇങ്ങനെ നേരെ ഇതിലേക്ക് വരാം. ഓക്കെ, ഇവിടുത്തെ ഫീച്ചേഴ്സ് നമുക്ക് ഓരോന്നായിട്ട് ഞാൻ പറയാം. അപ്പൊ നമുക്ക് ആദ്യമേ തന്നെ ഇവിടെ നമുക്ക് AC വെന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയിൽ 2 AC വെന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് സ്പീക്കർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒരു കപ്പ് ഹോൾഡർ വരുന്നുണ്ട്. പിന്നെ ഇവിടെ സ്മെല്ല് സ്പീക്കർ, അത് 12 സ്പീക്കർ സിസ്റ്റം എന്ന് പറഞ്ഞില്ലേ, അപ്പൊ അതിന്റെ ഒരു ഇതാണ്. അത്യാവശ്യം ഹെഡ് റൂം ഒരു 4 ഫിംഗർ അല്ല കേട്ടോ, 3 ഫിംഗേഴ്സിന്റെ ഗ്യാപ്പേ ഉള്ളൂ. തൈ സപ്പോർട്ട് അങ്ങനെ പറയാനൊന്നുമില്ല. തൈ സപ്പോർട്ട് ഒന്നുമില്ല. എന്നാലും നമുക്ക് എന്റെ ഈ ഒരു സൈസിലുള്ളവർക്ക് അഡ്ജസ്റ്റ് ചെയ്തിരിക്കാം. പിന്നെ നമുക്ക് ഈ ഒരു സീറ്റ് ഇട്ടിട്ട് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. യെസ്, ക്യാമറ ഇങ്ങോട്ടൊന്ന് കാണിച്ച്. വേണ്ട, ഈ ഒരു ഗ്യാപ്പേ ഉള്ളു എനിക്ക് ഒരു നീ റൂം എന്ന് പറയാനായിട്ട്. പിന്നെ സീറ്റ് നമുക്കിത് 6 സീറ്റർ ആയതുകൊണ്ട് കാല് നമുക്ക് ഇങ്ങനെ അത്യാവശ്യം മുമ്പോട്ട് ഇങ്ങനെ വെക്കാനൊക്കെ പറ്റും. പക്ഷെ തൈ സപ്പോർട്ട് അത്ര നല്ല രീതിയിൽ തൈ സപ്പോർട്ട് എന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല. കാരണം സ്വാഭാവികമായിട്ട് നമുക്കൊരു തേർഡ് റോ ആണ്. പക്ഷെ ഇപ്പോഴത്തെ തേർഡ് റോ സീറ്റിംഗ് ഒക്കെ വെച്ച് നോക്കുമ്പം അത്യാവശ്യം നമുക്ക് കുഴപ്പമില്ലാത്ത ഒരു സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ടെന്ന് വേണം പറയാൻ. കാരണം വലിയ കുഴപ്പമില്ല, അത്ര ഭയങ്കര തീരെ ടൈറ്റ് അല്ല. അപ്പൊ ഇത് മെയിനായിട്ട് ശരിക്കും എന്റെ അഭിപ്രായത്തിൽ ഇത് നമുക്കൊരു കുട്ടികൾക്കൊക്കെ ആയിരിക്കും ഇച്ചിരി ബെറ്റർ. പിന്നെ അത്യാവശ്യം ഒരു കുഴപ്പമില്ല, ഒരു 100 കിലോമീറ്റർ സ്ട്രെച്ചിലൊക്കെ അല്ലെങ്കിൽ ആ ഒരു ഡിസ്റ്റൻസിലൊക്കെ ഉള്ള യാത്രകളാണെങ്കിൽ നമുക്ക് എന്നെപ്പോലുള്ള 2 പേർക്ക് ഇവിടെ ഇരിക്കാൻ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. ഓക്കെ, അപ്പൊ അത്രയാണ്. ഈ സൈഡിൽ നമുക്ക് കണ്ട് ഇതിന്റെ ബ്ലോവർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഇവിടെ നമുക്ക് ഒരു റൊട്ടേറ്ററി സ്വിച്ച് കൊടുത്തിട്ടുണ്ട്, റൊട്ടേറ്ററി നോബ് കൊടുത്തിട്ടുണ്ട്. 3 പോയിന്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഇവിടെ 12 വോൾട്ടും കൊടുത്തിട്ടുണ്ട്, 12 വോൾട്ട് ചാർജർ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. അത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ഒരു തേർഡ് റോയിൽ കാണാം. യെസ്, അപ്പൊ നമ്മുടെ XUV 700യുടെ ഡ്രൈവ് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ തന്നെ ആദ്യം തന്നെ പറയാനുള്ള എഞ്ചിൻ സ്പെക്കും കാര്യങ്ങളും ഒക്കെയാണ്. അതായത് ഒരു 2.2 ലിറ്റർ എംഹോക്ക് ഡീസൽ എഞ്ചിനാണ് നമുക്ക് XUV 700യിൽ നമ്മൾ ഇന്നിപ്പം ഡ്രൈവിനായിട്ട് സെലക്ട് ചെയ്ത വെഹിക്കിൾ. അതിന്റെ നമ്മുടെ ഒരു പവർ ഫിഗേഴ്സ് എന്ന് പറയുന്നത് 185 PS പവറും 450 Nm ടോർക്കും ആണ്. അടിപൊളി ടോർക്കാണ്. അതാ ഒരു ടോർക്ക് ഫിഗർ കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ലൊരു ടോർക്ക് ഫിഗേഴ്സ് ആണ് നമുക്ക് വെഹിക്കിളിന് വരുന്നത്. പിന്നെ ആ ഒരു പവർ എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ ആ ഒരു പവർ ഡെലിവറി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 3 ഡ്രൈവ് മോഡ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതായത് സിപ്പ് സാപ്പ് സൂം എന്ന് പറയുന്നത് ഈ 3 മോഡ്സ് വരാല്. ഈ സൂം എന്ന് പറയുന്ന മോഡ് ഇട്ട് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഒരു പവറാണ്. കാരണം ഈ ഒരു മാക്സിമം വെഹിക്കിളിന്റെ ആ ഒരു പവർ ഡെലിവറി ചെയ്യുന്ന ഒരു മോഡാണ് അത്. അതിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ വലിച്ചുകൊണ്ട് പോകുന്ന ഒരു ഫീലാണ്. അങ്ങനെ ഒരു രീതിയിലും ടർബോ ലോഗോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വെഹിക്കിളിന് വരുന്നില്ല. നമുക്ക് നല്ല ഒരു എന്താ പറയുന്നത്, നല്ല എന്തൂസിയാസ്റ്റിക് ആയിട്ട് അടിപൊളിയായിട്ട് ഡ്രൈവ് എൻജോയ് ചെയ്യുന്ന ഒരു രീതിയിൽ തന്നെയാണ് വെഹിക്കിളിന്റെ ആ ഒരു പവർ ഡെലിവറിയും കാര്യങ്ങളൊക്കെ. പിന്നെ ഈ സിപ്പ് സാപ്പ് സൂം എന്ന് പറഞ്ഞാൽ സിപ്പ് എന്ന് പറയുന്നതാണ് നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം വരുന്ന ആ ഒരു മോഡ്. അതൊരു നോർമൽ ഒരു അത്യാവശ്യം ഒരു ഫ്യൂവൽ എഫിഷ്യന്റ് ആയിട്ട് വരുന്ന ഒരു മോഡാണ്. അപ്പൊ അതിൽ നമുക്ക് പോകുമ്പം ഒരു നോർമൽ പവർ ആണ് അത്യാവശ്യം നമുക്ക് അതിൽ കിട്ടത്തുള്ളൂ. പിന്നെ സൂം ഇടുമ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു കുറച്ചുകൂടി ഒരു ഇമ്പാക്ട് കിട്ടുന്ന ഒരു പവർ ഡെലിവറിയാണ് നമുക്ക് ആ ഒരു മോഡിൽ നമുക്ക് കിട്ടുന്നത്. പിന്നെ നമുക്ക് സ്റ്റിയറിംഗിന്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് ഒരു രക്ഷയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ലൈറ്റ് സ്റ്റിയറിംഗ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് തന്നെ സംശയമുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് അത്ര ലൈറ്റ് ആണ്, നമുക്ക് ഭയങ്കര സിമ്പിൾ. ഇനി ചിലപ്പം ഞാൻ കൂടുതൽ എന്റെ വെഹിക്കിള് ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് ആണ്, എന്നാൽ പോലും ഇത് ഇലക്ട്രോണിക് സ്റ്റിയറിംഗ് ആണ് വെഹിക്കിൾ. പക്ഷേ നമ്മൾ പല ഡ്രൈവിനും നമ്മൾ നേരത്തെ വെഹിക്കിൾസ് ഒക്കെ യൂസ് ചെയ്യുന്നത് ഇത് ഭയങ്കര ലൈറ്റ് സ്റ്റിയറിംഗ്, നമുക്ക് ഭയങ്കര അനായാസം നല്ല രീതിയിൽ
ഒരു രീതിയിലും നമുക്കൊരു എന്താ പറയുന്ന ഒരു എഫോർട്ട് ഭയങ്കരമായിട്ട് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഭയങ്കര ഈ ഒരു നമ്മളെ ഈ കുഞ്ഞാമരലിൽ വേണമെങ്കിൽ തിരിച്ചെടുക്കാമെന്ന് നമ്മൾ പറയുന്ന കറക്റ്റ് കാര്യമാണ്. ആ ഒരു കുഞ്ഞാമരലിൽ നമുക്ക് തിരിച്ചെടുക്കാം എന്ന രീതിയിലാണ് ആ ഒരു സ്റ്റിയറിംഗിന്റെ ഒരു കാര്യം പറയുമ്പോൾ. ഇലക്ട്രോണിക് സ്റ്റിയറിംഗ് ആയതുകൊണ്ടാണ് അത്രയും ലൈറ്റ് ആയിട്ട് കൊടുത്തേക്കുന്നത്. നല്ല ഒരു സ്റ്റിയറിംഗ് ആണ്, നല്ല ഫീഡ്ബാക്ക് തരുന്ന ഒരു സ്റ്റിയറിംഗ് ആണ്. പിന്നെ നമുക്ക് ബാക്കി സസ്പെൻഷന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഫ്രണ്ടിൽ വരുന്ന മക്ഫേർസൺ സ്റ്റഡ്സ് ആണ് വിത്ത് FSD ടെക്നോളജി വരുന്നുണ്ട്. ഫ്രീക്വൻസി സെലക്റ്റീവ് ഡാമ്പിംഗ് ടെക്നോളജി വരുന്നുണ്ട്. ബാക്കിലും നമുക്ക് ആ ഒരു ടെക്നോളജി തന്നെയാണ്. മൾട്ടി ലിങ്ക് ആണ് വരുന്നത് ബാക്കിൽ വരുന്നത്. മൾട്ടി ലിങ്ക് സസ്പെൻഷൻ സിസ്റ്റം ആണ് ബാക്കിൽ വരുന്നത് വിത്ത് FSD ടെക്നോളജിയും അതിലും നമുക്ക് വരുന്നുണ്ട്. ട്രാൻസ്മിഷനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു 6 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. അത്യാവശ്യം നല്ല ഒരു പെർഫോമൻസ് തരുന്ന ഒരു ട്രാൻസ്മിഷൻ തന്നെയാണ്. കാരണം ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഈ 3 മോഡ്സ് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു രീതിയിൽ ഒരു ലാഗ് വരുന്നില്ല. അല്ലേ തന്നെ ആണെങ്കിലും ലാഗ് വരുന്നില്ല. പെട്ടെന്ന് തന്നെ ഗിയർ ഷിഫ്റ്റ് ആവുന്നുണ്ട്. ഒട്ടും ആ ഒരു ഷിഫ്റ്റ് ആവാനുള്ള ഒരു ഡിലേയോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല ക്വിക്കറായിട്ട് തന്നെ ഗിയർ പെട്ടെന്ന് ഷിഫ്റ്റ് ആയി പോകുന്ന ഒരു രീതിയുണ്ട്. പിന്നെ നമുക്ക് മാനുവലിയും ഡ്രൈവ് ചെയ്യാവുന്ന മോഡ് കൊടുത്തിട്ടുണ്ട്. മാനുവൽ മോഡ് ഉണ്ട് നമുക്ക് ഇതിൽ, പ്ലസ് മൈനസ് അങ്ങനെ ആ രീതിയിൽ ഷിഫ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത്. ഫീച്ചേഴ്സ് ആണ് പറയാനുള്ളത്. സേഫ്റ്റി ഫീച്ചേഴ്സ് വന്നിട്ട് നമുക്ക് ABS, EBD, എയർ ബാഗ്സ് വന്നിട്ട് 7 എയർ ബാഗ്സ് വരുന്നുണ്ട്. കട്ടൺ എയർ ബാഗ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വെഹിക്കിളിൽ വരുന്നുണ്ട്. പിന്നെ ഈ ADAS ഫീച്ചേഴ്സ്, ഫോർവേഡ് കൊളിഷൻ വാർണിംഗ്, ലെയിൻ കീപ്പ് ഡിപ്പാർച്ചർ വാർണിംഗ്, പിന്നെ നമുക്ക് വന്നിട്ട് അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ, ഇങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും വെഹിക്കിളിൽ വരുന്നത്. TPMS വരുന്നുണ്ട്, ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം. പിന്നെ TDS വരുന്നുണ്ട്, ടയർ ഡയറക്ഷൻ സിസ്റ്റം. അതായത് നമുക്ക് പാർക്കിങ്ങിലൊക്കെ അത് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. നമ്മൾ സ്റ്റിയറിംഗ് തിരിക്കുന്ന സമയത്ത് ടയർ എത്ര ഡിഗ്രി ആ ടയർ ആ ഒരു പൊസിഷനിങ് ഒക്കെ അറിയാൻ പറ്റുന്ന ഒരു സിസ്റ്റം വരുന്നുണ്ട്. പിന്നെ ടയർ ടെമ്പറേച്ചർ അറിയാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഒരു ഫുള്ളി പവർ പാക്ഡ് ആയിട്ടുള്ള ഒരു വെഹിക്കിൾ ആണെന്ന് തന്നെ നമുക്ക് XUV700 പറയാൻ പറ്റും. ഇഷ്ടം പോലെ ഫീച്ചേഴ്സ്, നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് ഇതിനകത്തുണ്ട്. കാരണം നമുക്ക് കുറച്ച് ദിവസങ്ങൾ എടുത്ത് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് ഈ വെഹിക്കിളിലുണ്ട്. അപ്പം ഫീച്ചേഴ്സിന്റെ കാര്യത്തിലൊന്നും, ഫീച്ചേഴ്സും ഒപ്പം സേഫ്റ്റിയും ആ ഒരു കാര്യത്തിലൊന്നും ഒരു രീതിയിലും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. പിന്നെ നമുക്ക് ഈ ഒരു വെഹിക്കിളിന്റെ ഒരു ബിൽഡ് ക്വാളിറ്റി ആണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ അതും എടുത്തു പറയേണ്ടതാണ്. ഒരു ബിൽഡ് ക്വാളിറ്റി ഒന്നും ഒരു രക്ഷയില്ല. കാരണം നമ്മുടെ ഈ മഹീന്ദ്ര എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് അത്രയും ആ ഒരു കാര്യത്തിലൊക്കെ ഭയങ്കര ഡീറ്റെയിൽ ചെയ്ത് ഒരു പാനൽ ഗ്യാപ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ വെഹിക്കിളിൽ എനിക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. സാധാരണ ഞാനതൊക്കെ ഓരോ വെഹിക്കിൾ വരുമ്പോൾ നമ്മൾ നോക്കും. അപ്പൊ അത് അങ്ങനെയുള്ള ഒരു കാര്യങ്ങളെല്ലാം ജോയിന്റ് ചെയ്ത് നല്ല കൃത്യമായിട്ടാണ് പോയേക്കുന്നത്. ആ ഒരു ഡാഷ്ബോർഡിന്റെ ഡിസൈൻസ് ആണെങ്കിലും എല്ലാം പക്ക ആണെന്ന് തന്നെ പറയാവുന്ന ഒരു കാര്യങ്ങളാണ് വെഹിക്കിൾ വന്നേക്കുന്നത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ XUV700 വീഡിയോ അത്രയാണ്. പിന്നെ നമുക്ക് ഇന്ന് ഈ വെഹിക്കിൾ പ്രൊവൈഡ് ചെയ്തേക്കുന്നത് വയലാറ്റ് മഹേന്ദ്രയാണ്. നമുക്ക് നമ്മുടെ ഈ മരടിൽ നിന്ന് ടുവേർഡ്സ് റൈറ്റിലെ പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് ഷോറൂം വരുന്നത്. അവിടെ നമുക്ക് വിഷ്ണു എന്ന് പറയുന്ന ആളാണ് നമുക്ക് വെഹിക്കിൾ അറേഞ്ച് ചെയ്തത്. നിങ്ങൾക്ക് എന്തെങ്കിലും ടെസ്റ്റ് ഡ്രൈവോ അല്ലെങ്കിൽ വെഹിക്കിളുമായിട്ട് മഹേന്ദ്രയിലുള്ള ഏത് വെഹിക്കിളുമായിട്ട് നിങ്ങൾക്ക് എൻക്വയറിയോ കാര്യങ്ങളോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ പുള്ളിയെ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ പുള്ളിയുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനിയിപ്പോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം വീണ്ടും. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.